ഇന്ത്യയുടെ സുഖോയ് യുദ്ധവിമാനം കാണാനില്ല. റഡാറുമായുള്ള ബന്ധം നഷ്ടമായി. അസമിൽ വിമാനം തകർന്നു വീണതായി സംശയം. സോന ജോസഫ് നൽകും വിവരങ്ങൾ. സോന, എന്താണ് സംഭവിച്ചത്? എന്താണ് വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്? വൈകിട്ട് 7 മണിയോടെയാണ് ഈ ഇന്ത്യയുടെ സുഖോയ് വിമാനം തകർന്നു വീണതായിട്ടുള്ള വിവരം ലഭിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുദ്ധവിമാനമാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. റഡാറുമായുള്ള ബന്ധം നഷ്ടമായതിനെ തുടർന്നാണ് ഇത് തകർന്നു എന്നുള്ളൊരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ പൈലറ്റിനെ കാണാനില്ല എന്നുള്ള വിവരം കൂടെ ലഭിക്കുന്നുണ്ട്. എന്തായാലും വൈകിട്ട് 7 മണിയോടുകൂടെ അവിടുത്തെ പ്രദേശവാസികൾ അവിടെ പുകയിരുന്നത് കണ്ട് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഇത് തകർന്നു വീണു വാർത്തകൾ പുറത്തു വരുന്നത്. എന്തായാലും ഇതിനുള്ള തെരച്ചിൽ ഇപ്പോൾ വ്യോമസേന ആരംഭിച്ചിട്ടുണ്ട്. മറ്റു വാർത്തകൾ, ഇതിനുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ പുറത്തു വരും മണിക്കൂറുകളിൽ. സോന, ഇതിൽ ഏറ്റവും ഒടുവിൽ ഈ വിമാനത്തിന്റെ സാന്നിധ്യം സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് പുറത്തേക്ക് വന്നത്? ഈ നിർണായക ഘട്ടമായതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ സൈന്യം പുറത്തുവിടാനുള്ള സാഹചര്യം നിലവിലുണ്ടാകില്ല. വരും മണിക്കൂറുകളിലായിരിക്കും അത് വരിക. പക്ഷേ ഏറ്റവും അവസാനമായി ഇതിനെ കണ്ട സ്ഥലം, അത്തരത്തിലുള്ള സംബന്ധിച്ച വിവരങ്ങൾ എന്താണുള്ളത്? അസമിൽ തന്നെ തകർന്നു വീണതാണോ പ്രാഥമികമായി സംശയിക്കുന്നത്? അരുണി, അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും അസം ചോക്കി ഹോളിയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഇന്ത്യയുടെ സുഖോയ് Su-30 MKI എന്ന വിമാനമാണ് ഇപ്പോൾ തകർന്നു വീണിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ത്യൻ വ്യോമസേനയുടെ പക്കലുള്ള ഏറ്റവും കരുത്തുറ്റ പോർ വിമാനങ്ങളിൽ ഒന്നാണിത്. മണിക്കൂറിൽ ഏകദേശം 2120 കിലോമീറ്റർ വേഗതയിലാണ് ഇത് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇതാണിപ്പോൾ റഡാറിൽ നിന്നുള്ള ബന്ധം നഷ്ടമായതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത് തകർന്നു വീണിരിക്കുന്നത്. ഇതിലുള്ള പൈലറ്റിനെയും കാണാതായെന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും വ്യോമസേന തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ശരി, ഇന്ത്യയുടെ സുഖോയ് യുദ്ധവിമാനമാണ് തകർന്നു വീണതായി സംശയിക്കുന്നത്. അസമിൽ വിമാനം തകർന്നു വീണുവെന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരങ്ങൾ. വൈകിട്ട് 7 മണിയോടുകൂടിയാണ് വിമാനം കാണാതായി എന്നുള്ള വാർത്തകൾ വരുന്നത്. റഡാറിൽ നിന്നുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടതാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരം. വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ സൈന്യം അടക്കം പങ്കുവയ്ക്കും. സോനയാണ് വിവരങ്ങൾ നൽകിയത്.